സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതാണ് റണ്ണിങ് സ്റ്റിച്ച്. അതായത് നമ്മുടെ എംബ്രോയ്ഡറിയുടെ ഏറ്റവും ബേസിക് സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇത് വളരെ എളുപ്പമാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി നമ്മളുടെ നീഡിൽ ഇൻ ആൻഡ് ഔട്ട് പാസ് ചെയ്യുക. ഓക്കെ, ഫാബ്രിക്കിൽ കൂടി ആദ്യം പുറത്തേക്ക് വലിക്കുക, പിന്നെ അകത്തേക്ക് വലിക്കുക. ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേണിലാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ റണ്ണിങ് സ്റ്റിച്ച് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു സീംസിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റേ ഗാദേഴ്സ് ഇടാൻ, അതിനൊക്കെയാണ് കൂടുതലും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്, ദാറ്റ് ഈസ് കാന്ത വർക്ക് അല്ലേ. സോ ഈ കാന്ത വർക്കിൻ്റെ ഒറിജിനെ പറ്റി പറയുവാണെങ്കിൽ, കാന്ത വർക്ക് ആക്ച്വലി നമ്മളൊരു എന്താ പറയുക, പാച്ച് വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ കാന്ത വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ക്ലോത്ത്സ് ഉണ്ടല്ലോ, ഓൾഡ് ക്ലോത്ത്സും അതുപോലെ തന്നെ സാരീസൊക്കെ ലെയറായിട്ട് വെച്ചിട്ട് അത് എല്ലാം കൂടി ഹെൽഡ് ടുഗദർ യൂസിങ് റണ്ണിങ് സ്റ്റിച്ച്, ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മളുടെ ഈ കാന്ത വർക്ക് എന്ന് പറഞ്ഞൊരു വർക്കിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മളെത്തുന്നല്ല, ആക്ച്വലി ഇത് പണ്ട് കാലത്ത് 19th സെഞ്ച്വറി മുതൽ ഉള്ള ഒരു വർക്കാണ് കാന്ത വർക്ക്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒത്തിരി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പർട്ടിക്കുലർ ഹാൻഡ് വർക്കാണ് ഈ കാന്ത വർക്ക്. സോ നമ്മുടെ കാന്ത വർക്കിനെ പറ്റി ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിച്ചസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്